പാലക്കാട്ട് കഞ്ഞിക്കൊട്ട് മദ്യ നിർമ്മാണ ഫാക്ടറി വരുന്നതിനെതിരെ വലിയ ക്യാമ്പയിൻ നടക്കുകയാണ്. ഞങ്ങൾ ഒരാഴ്ച മുമ്പ് ലെഫ്റ്റ് റൈറ്റ് വോയിസ് ഒരു വീഡിയോ ചെയ്തിരുന്നു. നമ്മുടെ പ്രേക്ഷകർ കണ്ടിട്ടുണ്ടാകും. ഇതിൻ്റെ പിന്നിലെ താല്പര്യങ്ങൾ, രാഷ്ട്രീയ താല്പര്യങ്ങൾ. സ്പിരിറ്റ് നിർമ്മാണം കേരളത്തിലേക്ക് വരുന്നതിനെതിരെയുള്ള ഒരു വലിയ നീക്കം നടക്കുന്നുണ്ട്. കർണാടക കേന്ദ്രീകരിച്ച്, കർണാടക അതുപോലെ മഹാരാഷ്ട്ര. ഞങ്ങൾ ആ വീഡിയോ അന്ന് ചെയ്തത് ആ കാര്യങ്ങൾ സാധൂകരിക്കുന്ന കാര്യങ്ങളാണ് ഇപ്പോൾ മന്ത്രി MP രാജേഷ് വെളിപ്പെടുത്തിയിരിക്കുന്നത്. പാലക്കാട്ട് ഇതിനെ എതിർക്കുന്നത് ആരൊക്കെയാണ്? ഞങ്ങളത് പറഞ്ഞു. കോൺഗ്രസിൻ്റെ നേതാക്കൾക്കുൾപ്പെടെ ബ്രൂവറി തമിഴ്നാട്ടിൽ, കർണാടകയിൽ അവിടെ എവിടെയൊക്കെ ഉണ്ട്, മഹാരാഷ്ട്രയിലുണ്ട്. അവരാരും ഇതിന് അനുകൂലമല്ല. അതുകൊണ്ട് 600 കോടി രൂപയുടെ നിക്ഷേപമുള്ള ഈ പ്രൊജക്റ്റ് അട്ടിമറിക്കാൻ എല്ലാ ശ്രമവും നടക്കും എന്ന് ഞങ്ങൾ അന്ന് ഒരാഴ്ച മുമ്പ് ഞങ്ങൾ വീഡിയോയിൽ നമ്മൾ പ്രേക്ഷകർ കണ്ടു കാണാൻ പറഞ്ഞാണ്. എത്തനോൾ നിർമ്മാണ ഫാക്ടറി എതിർപ്പ് കർണാടക മന്ത്രിമാർക്ക് വേണ്ടി MP രാജേഷ്, കേരളത്തിൻ്റെ മന്ത്രി. അതിൻ്റെ ബാക്കി വാർത്ത ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, കാര്യങ്ങൾ പിടികിട്ടും. ഞങ്ങൾ ചെയ്ത വീഡിയോ, ഒരാഴ്ച മുമ്പ് ചെയ്ത വീഡിയോ എത്ര കറക്റ്റായി ശരിയായി എന്നുള്ളത് നമ്മളിവിടെ പറയുകയാണ്. അപ്പോൾ മന്ത്രിയുടെ പ്രസ് മീറ്റ് പാലക്കാട്ട് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ. പാലക്കാട്, ഡൽഹിയിലും പാലക്കാട് കഞ്ചിക്കോട് സ്ഥാപിക്കുന്ന എത്തനോൾ നിർമ്മാണ ഫാക്ടറിക്കെതിരെ UDF രംഗത്തെത്തിയത് കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും മന്ത്രിമാർക്കും വേണ്ടിയാണെന്ന് മന്ത്രി MP രാജേഷ്. ഒരു തുള്ളി ഭൂഗർഭ ജലം പോലും കമ്പനിക്കായി എടുക്കേണ്ടി വരില്ലെന്ന് അറിഞ്ഞുകൊണ്ടുള്ള നുണപ്രചാരണം കുടിലമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണെന്ന് അദ്ദേഹം വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. മന്ത്രി പറഞ്ഞു. കേരളത്തിലേക്ക് 43 കമ്പനികളാണ് സ്പിരിറ്റ് എത്തിക്കുന്നത്. ഇതിലെ ഏറ്റവും ശ്രദ്ധേയമായ വിഷയം ഞങ്ങൾ പറഞ്ഞ വീഡിയോയുടെ ഫോളോ അപ്പ് ആണ്. അതാണ് മന്ത്രി പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലേക്ക് 43 കമ്പനികളാണ് സ്പിരിറ്റ് എത്തിക്കുന്നത്. പ്രധാന കമ്പനി കർണാടകത്തിലെ ഹർഷ ഷുഗേഴ്സ് ആണ്. അതിൻ്റെ ചെയർപേഴ്സൺ, ശ്രദ്ധിക്കുക, അതിൻ്റെ ചെയർപേഴ്സൺ കോൺഗ്രസ് നേതാവായ കർണാടക വനിതാ ശിശുക്ഷേമ മന്ത്രിയും ആയ ലക്ഷ്മി R ഹെബ്ബർക്കർ ആണ്. മന്ത്രിയാണ് ഇവിടുത്തെ കർണാടകയിലെ ഇതിൻ്റെ ഓണർ, സ്പിരിറ്റ് ഇവിടുത്തേക്ക് എത്തിക്കുന്നത്. ബലഗാവി റൂറലിലെ MLA ആയ ഇവർ വള കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റാണ്. കർണാടകയിലെ മാനേജിംഗ് ഡയറക്ടർ ചന്നരാജ് ഹട്ടിക്കോളി കർണാടക ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗവും ഏക ബോർഡ് ഡയറക്ടർ മൃണാൽ ഹെൽബർക്കർ കർണാടക യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഞങ്ങളന്ന് വീഡിയോ പറഞ്ഞ് കർണാടകത്തിലെ കോൺഗ്രസിന്റെ ഭരണത്തിലിരിക്കുന്ന കോൺഗ്രസിന്റെ പിൻബലം ഇതിന് പിന്നിലുണ്ട്. ഈ പറയുന്ന AICയുടെ ദേശീയ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ കർണാടകയായിട്ട് വലിയ അടുത്ത ബന്ധമാണ്. KC വേണുഗോപാലിന് ഇതിനകത്ത് എന്താ പറയാനുള്ളത്? ഇത് ഒരു മന്ത്രി, സംസ്ഥാന മന്ത്രി MP രാജേഷ് പറയുന്ന കാര്യങ്ങളാണ്. ഔദ്യോഗിക പദവിയിൽ നിഷേധിക്കാൻ പറ്റുമോ? KC വേണുഗോപാലിന് എന്താണ് പറയാനുള്ളത് ഈ കാര്യത്തിൽ? ഞങ്ങൾ ചോദിക്കുകയാണ് ലെഫ്റ്റ് റൈറ്റ് വോയിസ്. നിങ്ങൾക്ക് എന്താണ് ഒളിച്ചു വയ്ക്കാനുള്ളത്? നിങ്ങൾ മറന്നേക്ക്, നിങ്ങൾ നഗ്നരായിട്ട് രംഗത്ത് വരികയാണ്. അപ്പം KC വേണുഗോപാൽ ഉത്തരം പറയണ്ടേ? രാഹുൽ ഗാന്ധി ഉത്തരം പറയണ്ടേ? ഈ പറയുന്ന K സുധാകരൻ ഉത്തരം പറയേണ്ടത്, KPCC പ്രസിഡന്റ് BD സതീശൻ ഉത്തരം പറയണ്ടേ? കോൺഗ്രസിന്റെ ഇവിടുത്തെ ഭാരവാഹികൾ ഉത്തരം പറയണ്ടേ? അല്ല, ഞങ്ങൾ ചോദിക്കുകയാണ്, വേണ്ടേ? ബാക്കി വായിക്കാം. കേരളത്തിൽ സ്പിരിറ്റ് എത്തിക്കുന്ന കർണാടകയിലെ മറ്റൊരു കമ്പനി അദാനി ഷുഗേഴ്സിന്റെ ചെയർമാൻ, രണ്ടാമത്തെ കമ്പനി ചെയർമാൻ കോൺഗ്രസ് വിട്ട്, ശ്രദ്ധിക്കുക, കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ ബാലാസാഹിബ് പട്ടേലാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഈ മൃദു ഹിന്ദുത്വ സൗഹൃദം അറിയാലോ, VD സതീശനും പിന്നെ BJP ആയിട്ടുള്ളത്. അതിൻ്റെ ബാക്കിയാണിത്. എവിടുന്നാണ് ഇത് വരുന്നത്? എവിടെ നിന്നാണ് കാശ് കിട്ടുന്നത്? എവിടെ നിന്നാണ് സഹായം കിട്ടുന്നത്? അപ്പോൾ
കോൺഗ്രസ് വിട്ട് BJPയിലെത്തിയ ബാലാസാഹിബ് പട്ടേലാണ്. മന്ത്രി M രാജേഷിന്റെ വെളിപ്പെടുത്തലാണ്, ഞങ്ങൾ പറയുന്നതല്ല. ഞങ്ങളിതൊക്കെ മനസ്സിലാക്കിയിട്ടാണ് ഞങ്ങൾ ഒരാഴ്ച നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇനി ബാക്കി കേൾക്കുക. വർഷം 1 കോടി ലിറ്റർ സ്പിരിറ്റ് കേരളത്തിലേക്ക് എത്തിക്കുന്ന മഹാരാഷ്ട്രയിലെ റാഡിക്കോ NB ഡിസ്റ്റിലറീസ് മഹാരാഷ്ട്ര ലിമിറ്റഡിന്റെ ഉടമ ചാരുദത്ത എന്ന അമിത് പാൽവെ മഹാരാഷ്ട്ര മന്ത്രി BJP പങ്കജ മുണ്ടയുടെ ഭർത്താവാണ്. എങ്ങനെയുണ്ട്? കേരളത്തിൽ സ്പിരിറ്റ് എത്തിക്കുന്ന പ്രധാന കച്ചവടക്കാരൻ മഹാരാഷ്ട്രയിലെ കർണാടക പോട്ട് BJP അടുത്ത ഘട്ടം. BJPയുടെ പ്രധാന കക്ഷി എന്ന് പറയുന്നത് BJP മഹാരാഷ്ട്രയിലെ മന്ത്രി പങ്കജ മുണ്ടയുടെ ഭർത്താവായ ചാരുദത്തയാണ്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? ഈ ഗോപിനാഥ് മുണ്ടയുടെ മകളാണ്, അപകടത്തിൽ മരിച്ച കേന്ദ്രമന്ത്രിയായിരുന്ന ഗോപിനാഥ് മുണ്ടയുടെ മകളാണ് ആര്? പങ്കജ മുണ്ട. അവരുടെ ഭർത്താവാണ് മഹാരാഷ്ട്രയിലെ സ്പിരിറ്റ് കച്ചവടം നിയന്ത്രിക്കുന്നത്. എങ്ങനെയുണ്ട് കാര്യങ്ങൾ? എന്താ വി.ഡി. സതീഷിന് വല്ലതും പറയാനുണ്ടോ? കെ. സുരേന്ദ്രന്, BJPയുടെ നേതാക്കൾക്ക് വല്ലതും പറയാനുണ്ടോ? തീർന്നില്ല, ബാക്കിയുടെ വായിക്കാം. കഞ്ചിക്കോട് ഫാക്ടറി സ്ഥാപിച്ചാൽ വർഷം 18 കോടി ലിറ്റർ എത്തനോൾ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാം. മന്ത്രി M രാജേഷ് പറയുകയാണ്. ഒരു തുള്ളി പോലും ഇറക്കുമതി ചെയ്യേണ്ടി വരില്ല. ആർക്കാണ് നഷ്ടമുണ്ടാവുകയെന്ന് കോൺഗ്രസിനും BJPക്കും നന്നായിട്ടറിയാം. നഷ്ടം വരുന്ന ആർക്ക്? കേരളത്തിൽ ഒരു എത്തനോൾ സ്പിരിറ്റ് ഉണ്ടാക്കുന്ന ഒരു മദ്യനിർമ്മാണശാല തുടങ്ങിയാൽ അതിന്റെ നഷ്ടം വരുന്നത് കോൺഗ്രസിനും BJPക്കും ആണെന്ന് മനസ്സിലായല്ലോ കാര്യങ്ങൾ. കർണാടകത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കും മന്ത്രിമാർക്കും മഹാരാഷ്ട്രയിലെ മന്ത്രിമാർക്കും ആണ് നഷ്ടം വരുന്നതെന്ന് മനസ്സിലായല്ലോ. ഇവരെല്ലാം ഈ സ്പിരിറ്റ് കച്ചവട ലോബിയുടെ ആൾക്കാരാണെന്ന് ഇതിന്ന് വ്യക്തമായില്ലേ? നമ്മളിതിൽ കൂടുതൽ ഇനി വെളിപ്പെടുത്തണോ? ഞങ്ങൾ ചെയ്ത വീഡിയോയുടെ ബാക്കി ഫോളോ അപ്പ് ഒരു മന്ത്രി തന്നെ പറയുകയാണ് കാര്യങ്ങൾ. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്ന് ഉറപ്പാക്കണമെന്ന് പദ്ധതി നിർദ്ദേശ സമയത്ത് തന്നെ വ്യക്തമാക്കിയിരുന്നു മന്ത്രി M രാജേഷ്. അദ്ദേഹത്തിന്റെ വാക്കുകളാണ്. പ്ലാച്ചിമട സമരത്തെക്കുറിച്ച് ഒരു മനസ്സാക്ഷിക്കുത്തുമില്ലാതെയാണ് പ്രതിപക്ഷ നേതാവ് V.D. സതീശൻ പറയുന്നത്. എന്താണ്? അന്ന് ഞാൻ DYFIയുടെ ജില്ലാ പ്രസിഡന്റ്, പാലക്കാട് ജില്ലാ പ്രസിഡന്റായിരിക്കെ 21 കിലോമീറ്റർ മനുഷ്യച്ചങ്ങല തീർത്തിരുന്നു പ്ലാച്ചിമടയ്ക്ക് എതിരെ. അന്ന് UDF നേതാക്കളെ ആരെയും കണ്ടില്ല. എങ്ങനെയുണ്ട്? സ്പിരിറ്റ് നിർമ്മാണ യൂണിറ്റുകൾക്ക് അനുമതി നൽകുമെന്ന് സർക്കാരിന്റെ മദ്യനയത്തിൽ വ്യക്തമാക്കിയതാണ്. എന്തേ സ്പിരിറ്റ് ഉൽപ്പാദിപ്പിക്കാൻ ഒരു ഫാക്ടറി കേരളം സ്ഥാപിക്കുന്നതിന് ഇത്രമാത്രം കോൺഗ്രസും BJPയും V.D. സതീശനും ഒക്കെ എതിർക്കുന്നത് എന്തിനാണെന്ന് ഇപ്പൊ കാര്യം പിടികിട്ടിയല്ലോ. അതിന്റെ ബാക്കിയോടെ പറയാം. മദ്യനയത്തിന് വ്യക്തമാക്കിയ കാര്യമാണ് നടപ്പാക്കിയത്, അല്ലാതെ പെട്ടെന്ന് തീരുമാനം അല്ലാതാണ് മന്ത്രി പറയുന്നത്. പിന്നെ ഫാക്ടറിക്ക് ആവശ്യമായ വെള്ളം മലമ്പുഴയിൽ നിന്നും കമ്പനിയിൽ സ്ഥാപിക്കുന്ന മഴവെള്ള സംഭരണിയിൽ നിന്നുമാണ് എടുക്കുക. ഭൂഗർഭജലം എടുക്കുന്നില്ല, ഗ്രൗണ്ട് വാട്ടർ എടുക്കുന്നില്ല എന്ന് ഞങ്ങളുടെ വീഡിയോയിൽ പറഞ്ഞത് മന്ത്രി സാധൂകരിക്കുകയാണ്. ഒരാഴ്ച കഴിയുമ്പോൾ മനസ്സിലാക്കാം. ഇത് അണക്കെട്ടിന്റെ ജലസംഭരണത്തെ ബാധിക്കില്ലെന്ന് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട്. കഞ്ചിക്കോട് വ്യവസായ ഇടനാഴിയുടെ ഭാഗമായി ഇനിയും സംരംഭങ്ങൾ വരും. ആ സംരംഭങ്ങളെ കൂടി ആശങ്കയിലാക്കാനാണ് ഈ സമരം. മനസ്സിലായോ? എന്ന് പറഞ്ഞാൽ കേരളം നന്നാവരുത്, വികസിക്കരുത്, ഇവിടെ വ്യവസായം വരാൻ പാടില്ല എന്ന് ആരൊക്കെ തീരുമാനിക്കുന്നു? ഒരേ തൂവൽ പക്ഷികൾ V.D. സതീശനും BJPയും, കോൺഗ്രസും BJPയും കോൺഗ്രസും. ഈ നാട്ടിൽ ഒരു വ്യവസായവും വരാൻ പാടില്ല, ഈ നാട് മുടിഞ്ഞു തന്നെ പോകണം എന്ന് ആഗ്രഹിക്കുന്നത് ആരാണ്? രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, കോൺഗ്രസും BJPയും. എന്താ വിഴിഞ്ഞത്തിൽ കേന്ദ്ര സഹായം ഇല്ലാത്തത്? എന്താ ഇപ്പൊ ഇതിനെ എതിർക്കുന്നത്? എല്ലാം ഒറ്റ പോളിസിയുള്ളൂ, ഒറ്റ പോളിസി. കേരളത്തിൽ നന്നാവരുത്, ഒരു കാര്യവും നടക്കരുത്. പിണറായി വിജയൻ മുഖ്യമന്ത്രിയായിരിക്കെ ഒരു കുന്തവും ഈ നാട്ടിൽ നടക്കാൻ പാടില്ല.
ഈ നാട് നശിച്ച് കാണണമെന്ന് ആഗ്രഹിക്കുന്ന ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളെ പറ്റി, വി ഡി സതീഷിനെ പറ്റി എന്താ പറയുക, കെ സുരേന്ദ്രനെ പറ്റി എന്താ പറയുക? ഇപ്പം ഇത് എയർപോർട്ട് കണ്ടില്ലേ? എന്താ നമ്മൾ ചെയ്യേണ്ടത്? അത് ചെയ്യേണ്ടത് എന്താണെന്ന് നമ്മൾ പറഞ്ഞാലത് കൂടിപ്പോവും. പുള്ളി പറയുന്നില്ല. മുരിക്കുമ്പത്തിൽ വെട്ടി അടിക്കണം ഈ മാതിരി വർത്താനം പറയുന്നവർ എന്ന് മാത്രമേ പറയാനുള്ളൂ.